കഴിഞ്ഞ 2 ദശകക്കാലത്തെ മലയാളിയുടെ ഭാവുകത്വ സൃഷ്ടിയിൽ ഉണ്മയുടെയും അനിവാര്യ സാന്നിധ്യമുണ്ട്. ലിറ്റിൽ മാഗസിനുകളുടെ ശൈശവ അരിഷ്ടതകളെയും സഹജമായ ആത്മഹത്യാ പ്രവണതകളെയും അതിജീവിച്ച ഈ പ്രസിദ്ധീകരണം ഒരു എഴുത്തുകാരന്റെ ആത്മാർപ്പണത്തിന്റെ ധീരമുദ്രയാകുന്നു. ഇക്കാലത്തിനിടയിൽ ആയിരക്കണക്കിന് എഴുത്തുകാരുടെയും ലക്ഷക്കണക്കിന് വായനക്കാരുടെയും മനസ്സുതൊട്ട ഉണ്മ സ്നേഹശൂന്യമായ വർത്തമാന ലോകത്ത് മാനവികതയുടെ പുനഃസ്ഥാപനമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രസാധകൻ നൂറനാട് മോഹൻ പറയുന്നു. ഉണ്മ തുടങ്ങിയത് 1986 ജനുവരിയിലാണ് അതിൻ്റെ 1-ാം ലക്കം ഇറങ്ങുന്നത്. അതന്ന് ഇല്ലൻറ്റിൻ്റെ രൂപയുണ്ടായിരുന്നുള്ളൂ മാസികയ്ക്ക്. 4 ഇതള് മാത്രമുള്ള 2 ഇതളും മാത്രമുള്ള 4 പേജുള്ള ചെറിയൊരു മാസികയായിരുന്നു ഉണ്മ. അത് തുടങ്ങാനുണ്ടായ കാരണം, അതിനു മുമ്പ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതുമായിരുന്നു. പഠിക്കുന്ന കാലം മുതലേ ഉള്ള ഒരു ദുശീലം എന്ന് പറയുന്നത് സാമൂഹിക വ്യവസ്ഥിതികളോട് ചെറുപ്പം മുതൽ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അറിവുള്ള നമുക്ക് മനസ്സിന് പിടിക്കാത്ത, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ, ചെറുപ്പം മുതലേ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇനി ഉണ്ടായിരുന്നു. അത് 19-ാമത്തെ വയസ്സിൽ ആ ഒരു ദുശീലം അല്പം വർദ്ധിക്കുമല്ലോ. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയ ഒരു പ്രായത്തിലെ അതിനുവേണ്ടി സ്വന്തമായ ഒരു മാധ്യമം ഒന്ന് തുടങ്ങുമായിരുന്നു. 2 ഇതളായാലും തന്നെ എനിക്ക് ഒരു ചെറിയ മാസിക ഉണ്ടെങ്കിൽ പറയാനുള്ളത് കുറച്ച് തുറന്നു പറയാൻ പറ്റും. അന്ന് പറയാനുള്ള കാര്യങ്ങൾ പത്രങ്ങൾക്കും മറ്റു മാധ്യമങ്ങൾക്കും അയച്ചു കൊടുത്താൽ അത് അച്ചടിക്കാത്ത ഒരു കാലഘട്ടത്തിലെ അങ്ങനെ ശ്രമിച്ചിരുന്നു. പലതും അല്ലാതെ മുഴുക്കെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ആ 19 വയസ്സുള്ള അത്രമാത്രം പക്വതയില്ലായിരുന്ന, എല്ലാം തുറന്നു പറയുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എഴുതി അയച്ചു കൊടുക്കുന്നത് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ചെറിയ സമാന്തരമായിട്ടൊരു മാസിക തുടങ്ങണം എന്ന് ഞാൻ തീരുമാനമെടുത്തത്. ഉണ്മ എന്ന് പേരിടാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ? ഉണ്മ എന്ന് പേരിടാൻ പ്രത്യേകിച്ച് കാരണമുള്ളത്, സ്നേഹം പറ്റിപ്പോയ ഒരു കാലഘട്ടത്തിൽ ഉണ്മ എന്നല്ലാതെ പിന്നെ എങ്ങനെയാണ് പേരിടുന്നത്? സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്മ എന്ന പേര് അന്വർത്ഥമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്മ എന്ന പേരിട്ടു. ഇപ്പൊ 20 വർഷമായി തോന്നുന്നു. 20 വർഷം. എത്ര വരിക്കാരുണ്ടോ? ഇപ്പൊ 5000 മാസിക നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉണ്മ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും വരിക്കാരെന്ന് പറയാൻ പറ്റില്ല, പലർക്കായിട്ട് 5000 കോപ്പി പോസ്റ്റ് വിതരണം ചെയ്യുന്നുണ്ട്. 5000. സാമ്പത്തികമായിട്ട് ലാഭകരമാണ്? സാമ്പത്തികമായി ലാഭകരമല്ല. ഒരിക്കലും സാമ്പത്തികപരമായ ലാഭം ഉണ്ടാവാൻ ഈ ലിറ്റിൽ മാഗസിനുകൾക്ക് പറ്റില്ല. ഉണ്മയ്ക്ക് ഇത്രയും വർഷം നിലനിന്നിട്ടും ഞാൻ സാമ്പത്തികം കയ്യിൽ നിന്ന് തന്നെ മുടക്കിയാണ് ഉണ്മ നടത്തിക്കൊണ്ടുപോകുന്നത്. സാമ്പത്തികമായ നഷ്ടമാണ്, എന്നാലും തുടർന്നു. പിന്നെ ജീവിക്കാൻ മറ്റെന്തെങ്കിലും തൊഴിലുകൾ തേടിയോ? ജീവിക്കാൻ മറ്റ് ഒരുപാട് വഴികൾ മുന്നിലുണ്ട്, നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. എങ്കിൽ തന്നെയും എനിക്ക് ഇത് തന്നെ മതി എന്നുള്ളത് കൊണ്ട്, അക്ഷരവുമായുള്ള ബന്ധം ഒരിക്കലും എനിക്ക് വേർപെടുത്താൻ കഴിയാത്ത ജീവിതമായതുകൊണ്ട് അക്ഷരത്തിൻ്റെ കൂടെ തന്നെ, അക്ഷരക്കൂട്ടായ്മയിൽ തന്നെ ഞാനും എൻ്റെ ജീവിതം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അന്നേരം പിന്നെ എനിക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് പ്രതിബന്ധങ്ങൾ. ഓരോ മാസവും ഈ മാസിക ഇറങ്ങാൻ വേണ്ടി ഞാൻ ആരുടെയെങ്കിലും ഒക്കെ സ്വർണം പോലും വാങ്ങിച്ച് പണയം വെച്ച് ഞാൻ ഈ മാസിക ഇറക്കിയിട്ടുണ്ട്, ഈ കാലഘട്ടമുണ്ട്. പക്ഷെ അത് എന്ന് നിലനിന്ന് പോകാൻ ഒരു വഴിയല്ലാത്തത് കൊണ്ട് പിന്നെ പുസ്തക പ്രസാധനം ആരംഭിക്കാനുണ്ടായത് ഉണ്മ പബ്ലിക്കേഷൻ. ആദ്യകാലങ്ങളൊക്കെ ആരൊക്കെ എഴുതിയിരുന്നു? ആദ്യകാലങ്ങളിൽ ശ്രീ രാധാകൃഷ്ണൻ, കുഞ്ഞുണ്ണി മാഷ്, എം മുകുന്ദന്, പിന്നെ MB അപ്പന്, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതിലിപ്പോ ഇതിന്റെ എഡിറ്റിംഗ് അത്തരം കാര്യങ്ങൾക്കൊക്കെ വേറെ സ്റ്റാഫുകൾ ഇല്ല, ആരുമില്ല. ഏകാന്ത സാംസ്കാരിക പ്രസ്ഥാനമാണെന്ന് ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് എത്ര വിദ്യാഭ്യാസം ഉണ്ട്? ഞാൻ അതും എൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലെ ഒരു പുതിയ സംഗതിയാണ് വെച്ചാൽ, എൻ്റെ 20 വർഷത്തിനിടയിൽ എൻ്റെ വായനക്കാരെ, എൻ്റെ മാസികയുടെ ആയാലും എൻ്റെ പിന്നെ സാഹിത്യ രചനകളുടെ ഒക്കെ വായനക്കാർ വിചാരിച്ചിരിക്കുന്നത് പോലെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുകളിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു
ഒരു വിജയം എന്ന് തന്നെ ഞാൻ പറയും. അതിൽ പഠിക്കാൻ സാധിക്കത്തില്ല, ഇപ്പൊ വിഷമമുണ്ടോ? ഇല്ല, ഒരു വിഷമമില്ല. കാരണം ഒരുപാട് പഠിച്ചവരുടെ രചനകൾ പോലും എഡിറ്റ് ചെയ്യുന്ന ഒരു 10ാം ക്ലാസ്സുകാരനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് യാതൊരു വിധമായ വിഷമവും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അതിനും വേറെ കാര്യങ്ങൾ ഉണ്ടാവാം. എല്ലാവരും പറയുന്നത് പോലെ അല്ല, ജീവിത സാഹചര്യങ്ങൾ എന്നെ അത്രയേ പഠിപ്പിച്ചിട്ടുള്ളൂ. അന്ന് ഇതിന് ആരെങ്കിലും ഒക്കെ സഹായിച്ചിരുന്നു ഏതെങ്കിലും രീതിയിലൊക്കെ? മാസിക തുടങ്ങുന്ന കാലഘട്ടത്തിലെ സി രാധാകൃഷ്ണനെ പോലെയുള്ള എഴുത്തുകാർ വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു. അതുകൂടാതെ എൻ്റെ നാട്ടിലുള്ള 6 രൂപ വരിസംഖ്യയുള്ള 2 ഇതൾ മാത്രമുള്ള ഈ മാസികയ്ക്ക് എൻ്റെ നാട്ടിലെ 500ഓളം വരിക്കാർ 6 രൂപ തന്ന വരിക്കാരായി എന്നെ സഹകരിച്ച ഒരു കാലഘട്ടമാണ്. എന്തായാലും ഇപ്പൊ 20 വർഷമായി ഈ ഉണ്മ. അപ്പൊ ഇനിയെങ്കിലും അതിന്റെ ഒരു കെട്ടുമാറ്റം മാറ്റി കുറച്ച് പരസ്യമൊക്കെ ചേർത്ത് അതിനൊരു വലിയ മാസികയാക്കാത്തതിന്റെ ഒരു കാരണം എന്താ? അങ്ങനെ ആയിക്കൂടെ? ഞാൻ അങ്ങനെ ശ്രമിച്ചതാണ്. അപ്പം അതിന് പ്രധാനമായിട്ട് എനിക്ക് അതിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് ONV കുറുപ്പ് സാറാണ്. മറ്റുള്ള പത്രങ്ങൾക്കും പത്രമാസികൾക്ക് സമാന്തരമായി പോകുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ സമാന്തര മാസികൾ എന്ന് പറയുമ്പോൾ. അപ്പം മറ്റുള്ള മാസികളുടെ രൂപവും ഭാവവും ഒന്നും സ്വീകരിക്കാതെ സ്വന്തമായ ഒരു അസ്തിത്വം ഈ ലിറ്റിൽ മാഗസിനുകൾ ഉണ്ടാവണം. അതുകൊണ്ട് ഈ ചെറിയ മാസിക എപ്പോഴും ചെറുതായിട്ട് തന്നെ പോകണം എന്നുള്ള നിർബന്ധം ഉണ്ട്. ഒന്ന് പിന്നെ മനുഷ്യൻ്റെ വായന വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ വലിയ മാസികകൾ പലപ്പോഴും വായിക്കപ്പെടാതെ പോകുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കടലിൽ കടുകല്ല, കടുകിൽ കടലാണ് എന്ന ഉണ്മയുടെ മുദ്രാവാക്യം പോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ വായനകൾ ആശയം കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്യാപ്സൂൾ രചനകളിലൂടെയും ഈ ലിറ്റിൽ മാഗസിനുകളുടെയും ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും നഗരമാവാൻ വിസമ്മതിക്കുന്ന നൂറനാട് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽപ്പെട്ട പതിഞ്ഞ ഭൂഭാഗമാണ്. നൂറനാട്ടെ കിളിപ്പാട്ടിൽ നിന്നാണ് മോഹന്റെ ആദർശ സ്വപ്നങ്ങൾ ചിറകടിച്ചുയരുന്നത്. കായംകുളത്തിനടുത്ത് മറ്റപ്പള്ളി ഭാസ്കരന്റെയും പങ്കജാക്ഷിയുടെയും 7 മക്കളിൽ മധ്യമനായ മോഹൻ പാരമ്പര്യത്തിന്റെ വഴിയിലൂടെയല്ല അക്ഷരലോകത്തെത്തുന്നത്. പക്ഷേ ദാരിദ്ര്യസമൃദ്ധമായ ബാല്യകൗമാരങ്ങളിലും പ്രതികരണക്ഷമമായ ഹൃദയവും ജാഗ്രതായ മനസ്സും മോഹനിൽ നിന്ന് ഒരു കഥാകാരനെ കൂട്ടിച്ചെടുക്കുകയായിരുന്നു. തീവ്ര അനുഭവങ്ങളുടെ നിഴൽ വീണ ഭൂതകാലം അയാൾക്കുള്ളിൽ ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ ജീവിതത്തെ ഒരിക്കലും തേടി പോയിട്ടില്ല. ജീവിതം എന്നെ തെരഞ്ഞു വരികയാണ്. ഓരോ അവസരങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്, കാരണം എൻ്റെ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒരിക്കലും ഞാൻ പാവപ്പെട്ട ഒരു അച്ഛന് പറഞ്ഞ ഒരു അമ്മയ്ക്ക് അച്ഛനും പറഞ്ഞ ഒരു വ്യക്തിയാണ്. അവർക്ക് എന്തായിരുന്നു ജോലി? അച്ഛനും അമ്മയ്ക്കും ജോലി, അച്ഛന് റെഡിമെയ്ഡ് ബിസിനസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു പാലമേൽ പഞ്ചായത്തിലെ ഒരു കുഗ്രാമത്തില് ജനിച്ചു വളർന്നു. സൈക്കിളിൽ തുണികൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മകനാണ് ഞാൻ. അപ്പൊ അമ്മയും അങ്ങനെ ഒരു പാവപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെയും മകനായി പറഞ്ഞു. വിദ്യാഭ്യാസം ആ ഒരു ദാരിദ്ര്യ കാലഘട്ടം കാരണം എനിക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റിയില്ല. 7 മക്കളുള്ള ഒരു വീട്ടിൽ പറഞ്ഞവനാണ് ഞാൻ. ഒരുപാട് ഞാൻ നടുവത്തെ ആണ്, മൂത്തത് 3 ഇളയത് 3. അപ്പം അങ്ങനെ ജീവിത പ്രാരബ്ധങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പിന്നെ സമൂഹത്തിൽ നിന്നുള്ള അപഗണനകളും പീഡനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പെരുമ്പടവം ശ്രീധരൻ എൻ്റെ കഥ കേട്ടിട്ട് ഇതെല്ലാം വെളിവാക്കിക്കൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ കഥ വായിച്ച് പെരുമ്പടവം ശ്രീധരൻ കരഞ്ഞുകൊണ്ട് എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. എൻ്റെ കഥയാണ് മോഹൻ എഴുതിയത് റേഡിയോയിൽ കേട്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പെരുമ്പടവും അനുഭവിച്ചിട്ടുള്ള ജീവിത പ്രാരബ്ധങ്ങൾ ഒക്കെ അനുഭവിച്ച് ആണ് ഞാൻ ഇവിടെ വരുന്നത്. ഈ സുഖമായാലും ദുഃഖമായാലും അത് മോഹനെ തെരഞ്ഞു വരിക. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എന്നെ തേടി വന്ന അവസരങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഒരിക്കലും ഞാൻ ജീവിതത്തെ ആക്രാന്തം കാണിച്ച് പുതിയ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. പുതിയ അവസരങ്ങൾക്ക് കാത്തിരിക്കുന്നുമില്ല, അത് വന്നോളും. അത് കാത്തിരിക്കുകയല്ല, അത് വരും. എന്തായാലും നന്മയുണ്ടാവും. കാരണം എന്റെ മനസ്സിൽ ഉണ്മയുണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് വഴങ്ങി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഉണ്മയുണ്ടായതുകൊണ്ട്, ഉണ്മ എവിടെയുണ്ടോ അവിടെ എന്തായാലും നന്മ ഉണ്ടാവുമല്ലോ. ഉണ്മയിലൂടെ മോഹൻ നൂറനാട് എന്ന നാമവിശേഷണത്തിന്റെ അതിരുകൾ ഭേദിച്ച് ചക്രവാളങ്ങളിലേക്ക് സഞ്ചരിച്ചു. അയാളുടെ വ്യക്തി സാമൂഹിക ബന്ധങ്ങൾ വിപുലവും ബഹുതല സ്പർശിയുമായി. ഒരു കൊച്ചു മാസികയുടെ ഇത്തിരിയിടത്തിൽ അയാൾ നന്മയുടെ ഒരു സാന്ദ്ര വിപിനം വളർത്തിയെടുത്തു. സാഹിത്യ സാംസ്കാരിക വ്യക്തിത്വങ്ങൾ
താരശോഭ തിങ്ങിയ നിശാകാശം പോലെ അതിനുമേൽ വിരിഞ്ഞു നിന്നു. ശക്തമായി പ്രതികരിക്കേണ്ട കാലഘട്ടമാണ് ഞാൻ മാസിക തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെയും. ഇനിയുള്ള കാലവും ഇത് തന്നെയാണ്. ആർക്കും നിശബ്ദരായിരിക്കാൻ അവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നതും കാലഘട്ടത്തിലൂടെ വന്നതും പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് സാമൂഹ്യപരമായി വളരെ വളരെ ഉത്തരവാദിത്തങ്ങൾ ഓരോ വ്യക്തികൾക്കുമുള്ള സ്ഥിതിക്ക് ഇത്തരം കൊച്ചു കൊച്ചു പ്രസ്ഥാനങ്ങൾക്കും ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നന്മ എന്ന ഒരു ബിന്ദുവിൽ നിന്ന് സമൂഹം വളരെയധികം പിന്നോക്കം മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, പറയാറുള്ളത്. സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഒരാളെ കണ്ടാൽ ഒന്ന് സന്തോഷം കൊണ്ടൊന്ന് ചിരിക്കാൻ പോലും മറന്നു പോകുന്ന കാലഘട്ടമാണിത്. അയൽക്കാരനെ അറിയാത്ത കാലഘട്ടമാണ്. ഒരു ദുഃഖമുണ്ടെങ്കിൽ അതിൽ പങ്കുചേരാനോ ഒരു സന്തോഷമുണ്ടെങ്കിൽ അതിൽ പങ്കുചേരാനോ താല്പര്യമില്ലാത്ത ഒരു നിഷ്ക്രിയാവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിയിരിക്കും. അത് ജാതീയപരമായും രാഷ്ട്രീയപരമായും മറ്റ് സാമൂഹികപരമായിട്ടും എല്ലാം ഇത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. മനുഷ്യന്റെ ഇടയിൽ സ്നേഹം വരണ്ടുപോയി. അപ്പൊ 20 വർഷം മുന്നേ ഉണ്മ തുടങ്ങിയ മോഹൻ ഇന്നും സ്നേഹത്തെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. സ്നേഹത്തിന്റെ കിളിപ്പാട്ടുകൾ പ്രക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക എന്ന ഉണ്മയുടെ പ്രതിബദ്ധത തന്നെയാണ് മോഹന്റെ ജീവിതത്തെയും വിധിയെയും നിർണയിച്ചത്. ഉണ്മയുടെ താളുകളിൽ തളിർക്കുകയും മോഹന്റെ സ്വപ്നങ്ങളിൽ പൂക്കുകയും ചെയ്ത കവിത തന്നെയാണ് അയാളുടെ വധുവായി തീർന്ന പ്രശസ്ത കവയത്രി കണിമോൾ. മക്കൾ സിദ്ധാർത്ഥനും സീതയുമടങ്ങുന്ന ഈ കുടുംബം സ്നേഹത്തിന്റെ ഉണ്മയെ അർത്ഥപൂർണമാക്കുന്നു. വിവാഹം 1992 കേട്ടോ. അവർ കേട്ട് കഴിഞ്ഞാൽ കണിമോള് കേട്ട് കഴിഞ്ഞാൽ അത് ഉണ്മയിലൂടെ ഞാൻ കണ്ടെത്തിയ ഒരു കഥ പറയുന്നതിൽ വിഷമമൊന്നുമില്ല. എനിക്കൊരു വിഷമമില്ല. അഭിമാനത്തോടു കൂടി സന്തോഷകരമായ ഒരു സംഗതിയാണ്. ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷകരമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ ഉണ്മ മാസികയുടെ അല്ലെങ്കിൽ അക്ഷരങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ ഞാൻ കണ്ടെത്തിയ ജീവിത പങ്കാളി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ സംഗതി. അവർ മലയാളത്തിലെ കുറേയൊക്കെ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് കണിമോൾ. അവരുടെ ആദ്യത്തെ ഒരു രചന അച്ചടിച്ചു വരുന്നത് ഉണ്മയിലാണ്. ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ മിനി മാഗസിനുകളുടെ എക്സിബിഷനുമായിട്ട് പോയ കാലഘട്ടത്തിൽ 600ഓളം മിനി മാസികൾ ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം. അങ്ങനെ ഞാൻ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് പ്രദേശമായ പണിക്കൻകുടിയിലെ മുനിയറയിൽ മിനി മാസികളുടെ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രദർശനം കാണാൻ വന്ന ഒരു ഡിഗ്രിക്കാരി പെൺകുട്ടിയാണ്, 1ാം വർഷ ഡിഗ്രിക്കാരിയാണ് കണിമോൾ. അവരെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും പിന്നീട് ഉണ്മയിൽ അവർ കവിത എഴുതുകയും അങ്ങനെ അവര് 92 എൻ്റെ ജീവിത കവിത പോലെ തന്നെ ജീവിതം ഇന്നും കവിത പോലെ തന്നെ ജീവിതം ഇങ്ങനെ വിടവിക്കൊണ്ട്. വിവാഹം എൻ്റെ ജീവിതത്തിലെ ഈ ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് 15 വയസ്സായപ്പോൾ മുതൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ എനിക്കുണ്ടായിരുന്ന പറയാം. അതിനുശേഷം ഇങ്ങനെ കോളേജ് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാലഘട്ടം മുഴുക്കെ ഇങ്ങനെ അലഞ്ഞ് സാഹിത്യത്തിന് വേണ്ടി ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ കേരളം മുഴുക്കെ നടന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തുമൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ ഒരു കുത്തഴിഞ്ഞ ജീവിതമല്ലായിരുന്നുവെങ്കിലും അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. അത് തുറന്നു പോന്നിരുന്നു എങ്കിൽ ചിലപ്പോൾ ഞാൻ മദ്യപിക്കുന്ന ആളല്ലെങ്കിൽ തന്നെയും മദ്യപിക്കത്തില്ല, പിന്നെ പുകവലിയില്ല, അങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെ ഒരു അയ്യപ്പനെ പോലെ ഒരു ജോണബ്രാവിനെ പോലെ ആ പ്രതിഭ കൊണ്ടല്ല പറയുന്നത്, ആ ജീവിതം കൊണ്ട് അങ്ങനെ ഒരു സ്വതന്ത്രമായി ഇപ്പോഴും ഞാൻ അങ്ങനെ ഒരു ജീവിതം സ്വതന്ത്രമായിട്ട് ജീവിതമായിരുന്നു നല്ലതെന്ന് തോന്നുമെങ്കിലും തന്നെ നമ്മുടെ ആ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതത്തിനൊരു പക്വത വന്നത് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടായത് എൻ്റെ വിവാഹത്തോടു കൂടി തന്നെ. കണിമോൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എൻ്റെ ജീവിതം ആകെ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആരോഗ്യപരമായ തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ജീവിതത്തിനൊരു അടുക്കും ചിട്ടയുണ്ടായി. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ സജീവമാക്കാൻ കഴിഞ്ഞു. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ വിവാഹത്തോടു കൂടിയാണ്. പിന്നെ ജീവിതം പൊതുവെ ഒന്നും ഒരു മാറ്റം ഉണ്ടായി. സത്യത്തിൽ ഈ ഉണ്മ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ എവിടെയുമായിരുന്നു? ഉണ്മയില്ലായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ കവിയാവില്ലായിരുന്നു. കാരണം കവിത അച്ചടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ല എഴുതി തുടങ്ങിയത്. അച്ചടിക്കാൻ ഞാൻ അയച്ചതല്ല, അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്ത കവിതയാണ് ഉണ്മയിൽ അച്ചടിച്ചു വന്നത്. അച്ചടിച്ചു വന്നപ്പോഴാണത് അച്ചടിക്കാൻ യോഗ്യമാണെന്ന്. അതെ. അപ്പൊ പിന്നെ ഉണ്മ വഴിയാണ് ലിറ്റിൽ മാഗസിനുമായിട്ടൊക്കെ കുറെ അധികം ലിറ്റിൽ മാഗസിനുമായിട്ട് ബന്ധമുണ്ടായി. ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത് തന്നെ ലിറ്റിൽ മാഗസിനുകളിലാണ്. അപ്പൊ പിന്നെ എഴുതാവുന്നൊരു ധൈര്യം ഉണ്ടായത് ഉണ്മയിലൂടെയാണ്. അപ്പൊ ഈ മോഹന്റെ ലൈഫിലേക്കുള്ള ഒരു കടന്നുവരവും ഈ ഒരു കവിതയിലൂടെ തന്നെ ആയിരുന്നു. അങ്ങനെയാണെന്ന് പറയാം. പിന്നീട് ഈ കവിതകള് എന്നാണ് മറ്റു പ്രസിദ്ധീകരണങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയത്? ആ പഠിച്ചിരുന്ന കാലത്തല്ല ലിറ്റിൽ മാഗസിനിൽ മിക്കതിലും എഴുതുമായിരുന്നു. പിന്നെ പടിപടിയായിട്ട് വലിയ മാസികയിൽ ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും ലിറ്റിൽ മാഗസിനിൽ എഴുതാനാണ് ഇഷ്ടം. പിന്നെ എഴുതുന്ന കുറച്ച് ദൈർഘ്യമുള്ള കവിതകളാവുമ്പോൾ അത് ഈ
ദൈർഘ്യത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ വിവാഹം കഴിയുന്ന സമയത്ത് ജോലി ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, അന്നേ പഠിക്കുക, ഡിഗ്രിക്ക് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് തന്നെ വേണം പഠിക്കില്ലേ? അപ്പൊ അന്ന് ഇദ്ദേഹത്തിന് ഈ മാസിക അന്ന് ഉണ്ടായിരുന്നു, വേറെ ഒരു ഒന്നുമില്ല. അപ്പൊ അതിന്റെ ചില സാമ്പത്തിക പ്രശ്നമൊക്കെ അന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഒന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ജീവിതത്തെ കുറിച്ച്, ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അസംതൃപ്തിയുടെ പ്രശ്നമോ അങ്ങനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാലോചിക്കുമ്പോഴാണ്, അന്ന് ഇന്നായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് അന്ന് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. അല്ലാതെ അന്ന് അതൊന്നും തോന്നിയിട്ടില്ല. അല്ല, ജീവിതത്തിൽ സാധാരണ വിവാഹാനന്തര ജീവിതത്തെ പറ്റി ചില സങ്കല്പങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെ ഒരു കുടുംബജീവിതത്തില് മോഹൻ വന്നില്ലായിരുന്നെങ്കിൽ മോഹൻ എന്താവുമായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? അദ്ദേഹം എന്താവുമായിരുന്നല്ല, ഞാൻ എന്താവുമായിരുന്നു, ഞാൻ കവിയാവുമായിരുന്നില്ല. 1998 കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ അവാർഡും 99 വി.ടി. കുമാരൻ മാസ്റ്റർ അവാർഡും കണിമോളുടെ കണിക്കൊന്ന എന്ന കാവ്യസമാഹാരം നേടി. 2001 ആരൂഢത്തിന് വൈലോപ്പിള്ളി പുരസ്കാരവും ലഭിച്ചു. കാട്ടുകള്ളത്തെ കരിങ്കുറിഞ്ഞി നിന്റെ പാട്ടു കേൾക്കാനായി വീണ്ടും വരുന്നു ഞാൻ. കാടിന്റെ ചോടിലൂടേറി കരിങ്കൊണ്ടലായുന്ന ചില്ലയിൽ ചേക്കുറങ്ങാൻ കൊക്കിലേതോ കിനാവിന്റെ നാരുമായി വന്നു ഞാൻ. നീലച്ചരാതുകൾ കണ്ണു ചിമ്മുന്നോരിറമ്പിൽ ജന്മാന്തര ജീവിതം മുങ്ങി മുഴങ്ങുന്ന ചോലയിൽ ആദിതാളം തുളുമ്പുന്ന കൽപ്പൊന്തയിൽ പാതിരാവട്ടം വിടർന്ന കണ്ണോടിന്നു കാണാൻ വരുന്നു നിലാവിൽ കുളിർന്നു ഞാൻ. ഓരോ തിരിവിലും വിസ്മയം, കുത്തനെ ചായും ശിലാകൂട ഗൂഢമന്ദസ്മിതം, കാറ്റിൽ മണക്കുന്ന കന്മദം കൈലാസരൂപം കരിമ്പച്ച വേടന്റെ കാർമുകം. ആരീ വഴി നടന്നെത്തിയാദ്യം നുകർന്നാരീ മരതകപ്പച്ചയാദ്യം, കണ്ണിലാരെ നിറച്ചു സുഗന്ധം വിവിക്താമ്ലഭാവം കെടുത്തും വിലോല സങ്കീർത്തനം. ദൂരെ അരികത്തു സഹ്യന്റെ നീലമാരുണം ധ്യാനഗംഭീരം വിരാട്മുഖം, താഴത്ത് താരക കൺ തിളക്കത്തിൽ നിന്നീരിലപ്പുല്ലിൽ പൊടിഞ്ഞ പൂമ്പാടുകൾ. കഥയാണ് മോഹന്റെ സർഗമാധ്യമം. വേളൂരി കഥകൾ, ചെമ്പൻകുഞ്ഞും കുറെ മനുഷ്യരും, തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഇവയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഉണ്മയിലൂടെ 180ഓളം പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എഴുത്തുകാരും വായനക്കാരുമായി ഉത്തരവാദിത്തപൂർവ്വം കത്തിടപാടുകൾ നടത്തുന്ന അസാധാരണനായ എഡിറ്ററാണ് മോഹൻ. 50,000-ഓളം കത്തുകളാണ് ഇയാളുടെ ശേഖരത്തിലുള്ളത്. എല്ലാം വിലപ്പെട്ടതായി തന്നെ അയാൾ സൂക്ഷിക്കുന്നു. ഏകദേശം എത്ര കത്തുകളുണ്ടാവും? ഇത് ഇപ്പൊ എന്റെ 50,000 കത്തുകൾ, 50,000 കത്തുകൾ, 50,000 ഇതെല്ലാം കത്തുകളും. ബാക്കി കത്തുകളൊക്കെ വെച്ചിരുന്നു. ബാക്കി കത്തുകൾ ഇവിടെ ഇങ്ങനെ പെട്ടികളിൽ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ പെട്ടികളിൽ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നത്. 50,000 കത്തുകളാണ്. ഉണ്മ ഇന്ത്യ എന്ന പേരിൽ വെച്ചാൽ കത്തുകൾ ഇവിടെ കിട്ടും. 690-504 പിൻകോഡ്, ഉണ്മ നോർനാട്. ഈ കത്തുകളുടെ പ്രദർശനമൊക്കെ എവിടെ നടത്തിയിട്ടുള്ളത്? അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി യൂണിയന്റെ ആഭിമുഖ്യത്തിലെ സ്റ്റുഡന്റ് സെന്ററിൽ നടത്തിയിട്ടുണ്ട് 2 ദിവസം. പിന്നെ നോർനാട് നടത്തി, കായംകുളം MSM കോളേജിൽ നടത്തി. ഇപ്പൊ എത്ര പ്രദർശനം നടത്തി? ഇപ്പൊ കത്തുകളുടെ 3 പ്രദർശനം. ഇപ്പൊ 50,000 കത്തുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാ. 50,000 തിരുവനന്തപുരത്ത് തന്നെ നടത്താൻ പോകും. ഞാനൊരു കേരളത്തിന്റെ 3 ജില്ലാ ആസ്ഥാനങ്ങളിലെ ഈ കത്തുകൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. കത്തുകൾ ഉണ്മ ഇന്ത്യ എന്ന പേരിൽ പിൻകോഡ് സഹിതമായിരിക്കും കത്തുകൾ കിട്ടുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം. M. മുകുന്ദൻ, കുഞ്ഞുണ്ണി മാഷിന്റെ കത്ത്, തിരുനെല്ലൂർ കരുണാകരന്റെ കത്ത്. പ്രമുഖരൊക്കെ സ്ഥിരമായിട്ട് കത്ത് വയ്ക്കാറുണ്ടല്ലേ? മലയാളത്തിലെ എല്ലാ എഴുത്തുകാരനും കത്തുകളാണ്. MD വാസുദേവനാരുടെ ധാരാളം കത്തുകൾ തന്നെയാണ്. MD-യുടെ കത്ത്, മാടമ്പ് കുഞ്ഞുകുട്ടന്റെ കത്ത്, സി രാധാകൃഷ്ണൻ. കത്തുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മനഃശാസ്ത്രം എന്താണ്? കത്തുകള് ഓരോ കത്തും ഒരു മനസ്സാണ്.
ഉണ്മയ്ക്ക് ഒരു ദിവസം വരുന്ന കത്തുകൾ ഞാൻ പല ആവർത്തി വായിച്ച ആ എഴുതിയ ആളിനെ വളരെയധികം ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഈ കത്തുകൾ ഞാൻ അതിനെല്ലാം മറുപടി എഴുതുകയും അതിന് ഡേറ്റ് ഇട്ട് ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. ഈ 20 വർഷക്കാലമായിട്ട് എനിക്ക് വന്ന കത്തുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അച്യുതമേനോൻ മുതലുള്ള PKV ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരും മലയാളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക പ്രശസ്തരായ മൺമറഞ്ഞവരുടെയൊക്കെ കത്തുകൾ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇത് ഒരു കൾച്ചറാണ്. നമ്മുടെ സാഹിത്യത്തോട് ഒരു വിഭാഗം കാണിച്ച താല്പര്യവും. ഈ കത്തുകളെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വൻകിട പത്രമാസികൾക്ക് കിട്ടുന്ന കത്തുകൾ അപ്പോഴേ എടുത്ത് ചവിട്ടുകൊട്ടേക്കളയും. പക്ഷെ ഞാൻ ഒരു വട്ടൻ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ, മാധവിക്കുട്ടി അത് പറഞ്ഞു, നൂറിനാട്ട് ഉണ്മയുടെ 10ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഈ കത്തുകളുടെ എക്സിബിഷൻ കണ്ടിട്ട് മാധവിക്കുട്ടി പറഞ്ഞു, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു മാധവിക്കുട്ടി. അപ്പൊ എന്താണ് അങ്ങനെ ഒരു പ്രദർശനം നടത്താറുള്ളത്? കാരണം ഇത് തന്നെയാണ് ഒരു സമാന്തര പ്രസ്ഥാനത്തോട് എൻ്റെ ലക്ഷ്യം ഇതാണ്. മലയാളത്തിൽ സമാന്തര പ്രസിദ്ധീകരണങ്ങളെ പ്രസക്തിയെ തുറന്നു കാണിക്കുകയും അതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. അപ്പം അത് ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക, ഇതിനോട് എത്രമാത്രം ആൾക്കാർ താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള രേഖയാണ് ഈ കത്തുകളുണ്ട്. ആ ഒരു കത്തുകൾക്കെല്ലാം വൈവിധ്യതയുണ്ട്, അതിനകത്ത് സാഹിത്യമുണ്ട്, അതിനകത്ത് അഭിപ്രായങ്ങൾ, ഒരു മനസ്സിന്റെ തീക്ഷ്ണമായ അവസ്ഥകൾ, വികാര പ്രകടനമുണ്ട് ഓരോ കത്തുകളും ഒരു കവിതയാണ്, ഒരു കഥയാണ്, ഒരു സംഭവമാണ്, ഒരു ജീവിതമാണ്. അതുകൊണ്ട് കത്തുകൾ എനിക്ക് ഫോൺ സന്ദേശത്തെക്കാളും എനിക്ക് താല്പര്യം കത്തുകളോടാണ്. എൻ്റെ കത്തുകളിൽ എനിക്ക് അഭിനന്ദന കത്തുകളുണ്ട്, കവിതകളുണ്ട്, കഥകളുണ്ട്, തെറിക്കത്തുകളുണ്ട്, പ്രേമലേഖനങ്ങളുണ്ട്, പ്രോത്സാഹന കത്തുകളുണ്ട്, പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്, രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. ഇതെല്ലാം എൻ്റെ കത്തുകളുടെ ശബ്ദത്തെക്കാൾ വികാര തീവ്രത അക്ഷരങ്ങൾ. തീർച്ചയായിട്ടും അതെന്നും നിലനിൽക്കുന്നത് അക്ഷരങ്ങളാണ്, അത് അനശ്വരമാണ്. അക്ഷര ലോകത്തു നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റില്ല. വിനിമയ സാങ്കേതികത വിസ്ഫോടകമാം വിധം വികസിക്കുകയും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ സ്വത്വമുദ്രയുടെ സൂക്ഷ്മരേഖകൾ വരെ മാച്ചുകളയുകയും ചെയ്യുന്ന ആഗോള സന്ദർഭത്തിൽ ഓരോ വായനക്കാരന്റെയും ഉൾക്കാതിലേക്ക് ഒരു കിളിപ്പാട്ടിന്റെ ശ്രുതി വിവേകം പ്രസരിപ്പിക്കുന്നു ഉണ്മ. ഈ ഏകാന്ത ധീരതയ്ക്ക് നമ്മുടെ കാലം കടപ്പെട്ടിരിക്കുന്നു. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: വേറിട്ട കാഴ്ചകൾ, കൈരളി TV, പോസ്റ്റ് ബോക്സ് നമ്പർ 5032, ഫോർട്ട്, തിരുവനന്തപുരം 23.